ബഹുമാനപ്പെട്ട വിചാരിച്ച വചന പ്രഘോഷണ ടീമിലെ ബഹുമാനപ്പെട്ട വൈദികരെ, മറ്റ് സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ഈ സന്ധ്യയിൽ 3-4 മണിക്കൂറുകൾ നമ്മുടെ സത്യവിശ്വാസത്തിൻ്റെ മാനദണ്ഡങ്ങൾ, ഘടകങ്ങൾ ഒക്കെ പരിശോധിക്കുവാനായിട്ട് ഒന്നിച്ച് ഇവിടെ ഇരിക്കുകയായിരുന്നല്ലോ. സുവിശേഷത്തെക്കുറിച്ച്, സഭാ പാരമ്പര്യത്തെക്കുറിച്ച്, വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച്, വിശ്വാസ പ്രമാണത്തിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ച്, കുടുംബ ധാർമ്മികതയെക്കുറിച്ചെല്ലാം നമ്മൾ പലപ്പോഴും പല സമർത്ഥരായ വൈദികരിൽ നിന്ന് നമ്മൾ കേട്ട് അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നിച്ച് വായിച്ചെടുക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 39-ാമത്തെ തിരുവചനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിചിന്തനം മാത്രം പറയുകയാണ്. ആ തിരുവചനം, അങ്ങ് എവിടെയാണ് പാർക്കുന്നത്, വന്ന് കാണുക. ഈ 2 തിരുവചനങ്ങൾ, ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും. 2 ശിഷ്യന്മാർ അതിലെ പോയപ്പോൾ ഈശോ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവര്, ചിലപ്പോൾ കുട്ടികൾ നല്ല ചോദ്യം ചോദിക്കാൻ അറിയാൻ മേലാതെ കൊച്ചുകുട്ടികൾ നമ്മളോടെല്ലാം വളരെ വേഗത്തിൽ ആലോചിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ 2 കുട്ടികളെ പോലെ ഈ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, അങ്ങ് എവിടെയാ താമസിക്കുന്നത്? നമ്മളെ കാണുമ്പോൾ ചോദിക്കില്ല, അച്ഛൻ്റെ വീട് എവിടെയാ? നമ്മൾ നടക്കാൻ പുറത്തിറങ്ങുമ്പം കൊച്ചുകുട്ടികളൊക്കെ ചോദിക്കുക, അച്ഛൻ ഏതാ, അച്ഛൻ്റെ വീട് എവിടെയാ എന്ന് ചോദിക്കുന്നത് പോലെ ഈ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്, പാർക്കുന്നത്? അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, വന്ന് കാണുക. അവരെ വിശ്വാസത്തിലേക്ക്, വലിയ രഹസ്യത്തിലേക്ക് ക്ഷണിക്കുകയാണല്ലോ. സുവിശേഷകൻ പ്രത്യേകം പറയുന്നുണ്ട്, അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാന് വാർദ്ധക്യത്തിൽ എഴുതിയ പുസ്തകമാണ് ഈ സുവിശേഷം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണിത്. അതത്ര കൃത്യമായിട്ട് അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു എന്ന് പറയാൻ തക്കവണ്ണം ആ യാഥാർത്ഥ്യം ആ ശിഷ്യന്മാരുടെയും ആ സുവിശേഷകന്റെയും ഹൃദയത്തെ ഏറ്റവും ആഴത്തിൽ സ്പർശിച്ച കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് തൊട്ടു മുമ്പ് യോഹന്നാൻ മാംദാന ഈശോ അതിലെ കടന്നു പോകുന്നത് കണ്ടപ്പോൾ മാംദാനായുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാണ് ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാട്, ഇതാ പോകുന്നു. അവരെ ചൂണ്ടിക്കാണിച്ചു. ഈ സുവിശേഷത്തിന്റെ വലിയ പണ്ഡിതന്മാര് പറയുന്നത്, യോഹന്നാൻ മാംദാനായുടെ ആ ചൂണ്ടിക്കാണിക്കലില് സഭ പിറന്നു വീണു. അവരത് വിശ്വസിച്ചു. ഇതാണ് രക്ഷകൻ ഈശോ, ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടാണ് ആ പോകുന്നത്. സഭയുടെ ആരംഭം അവിടെയാണ്. സഭയെ സംബന്ധിച്ച് 1-ാം മണിക്കൂർ അതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സമയം അതാണ് എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ ആ ശിഷ്യന്റെ അഗാധമായ അറിവിനെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഈ ചോദ്യം വളരെ റാഡിക്കലായിട്ടുള്ള ചോദ്യവുമാണ്. പിള്ളേര് ചോദിക്കുന്നതാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. പഴയ നിയമത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ദൈവം ചോദിക്കുന്ന ചോദ്യം, ആദം നീ എവിടെയാണ്? പാപം ചെയ്ത് ഒഴിഞ്ഞു മാറി സൂത്രം പറഞ്ഞ് നടന്ന ആദത്തോട് ചോദിച്ചു, ആദം നീ എവിടെയാണ്? ആ ചോദ്യത്തിന്റെ ഒരു പ്രതിധ്വനി ഇവിടെയുണ്ട്. വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ള, സൂക്ഷ്മതയുള്ള ചോദ്യമാണ്. അങ്ങ് എവിടെയാണ് പാർക്കുന്നത്, എവിടെയാണ് താമസിക്കുന്നത്? ആ ചോദ്യത്തിന്റെ
ഉത്തരം മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ചോദ്യവും അതിനു വേണ്ട ഒരു ഉത്തരവുമാണല്ലോ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വന്ന് കാണുക. പ്രത്യേകിച്ച് അതേക്കുറിച്ച് വാക്കുകൊണ്ട് പറയാനായിട്ട് സാധിക്കുകയില്ല. അതിലൊരാൾ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസാണ്. വന്ന് കാണുക. യോഹന്നാന്റെ സുവിശേഷം 1:18 ഏതാണ്ട് അതിൻ്റെ ഒരു ഉത്തരം. ആരും ദൈവത്തെ കണ്ടിട്ടില്ല, പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന പുത്രൻ തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച ഈശോമിശിഹായെയും അറിയുന്നതാണ് നിത്യജീവൻ. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കാതല്. അതുകൊണ്ട് വന്ന് കാണുക എന്ന് കർത്താവ് ഈ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട് അതല്ല, മിശിഹായെ കണ്ടപ്പോൾ പിതാവിന്റെ മടിയിൽ മറഞ്ഞിരിക്കുന്ന പുത്രനാണ് ഈശോ എന്ന യാഥാർത്ഥ്യം അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവർക്ക്. പരിശുദ്ധ ത്രിത്വത്തിന്റെ വലിയ ഒരു രഹസ്യമാണ് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് സുവിശേഷം വ്യാഖ്യാനങ്ങളില്ലാതെ മുമ്പോട്ട് പോകുന്നതിന്റെ അർത്ഥം തന്നെ നമുക്ക് അറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷമനുസരിച്ച് ദൈവം വസിക്കുന്ന വീട് പിതാവായ ദൈവത്തിന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിലിരിക്കുന്ന ഈശോയ്ക്ക് മാത്രമേ അത് വെളിപ്പെടുത്തി കൊടുക്കാൻ അവകാശമുള്ളൂ. മറ്റ് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അന്വേഷിച്ചാലും അതൊന്നും അതിന് ഉത്തരമാവുകയില്ല. അങ്ങനെ ഈ ശിഷ്യന്മാര് ഈശോയുടെ കൂട്ടത്തിൽ പോയി അവര് കണ്ട വീട് പിതാവായ ദൈവത്തിന്റെ ഹൃദയമാണ്. പിതാവായ ദൈവത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന പുത്രനെയും ദൈവത്തിന്റെ അരൂപിയെയുമാണ്. അങ്ങനെ വളരെ വലിയ ഏറ്റവും കാതലായ ആ സുവിശേഷത്തിന്റെ തന്നെ ഏറ്റവും കാതലിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. നമ്മൾ സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് സഭയുടെ കാതലായ വിശ്വാസം. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ചുള്ള ആ അറിവ്, ആ അനുഭവം. പിന്നീട് ആ ശിഷ്യൻ വന്ന് അല്ലെങ്കിൽ ആ ശിഷ്യന്മാര് ചെന്ന് സഹോദരനായ പത്രോസിനെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു, പീലിപ്പോസ് നത്താനിയേലിനെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു. ആ അനുഭവം, ദൈവത്തെ കണ്ട ആ അനുഭവം അവർക്ക് മറച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവരത് 10-ാം മണിക്കൂറാണ് ഇതുപോലുള്ള ഏറ്റവും പേഴ്സണലായിട്ടുള്ള രഹസ്യങ്ങൾ കൂടെ എല്ലാം പറയുന്നതിന്റെ കാര്യം അതാണല്ലോ. അപ്പോൾ ആ ഒരു വലിയ രഹസ്യമാണ്, വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ ആ യാഥാർത്ഥ്യമാണ് ഈ ശിഷ്യന്മാരുടെ ആ ചോദ്യത്തിന് ഈശോ പറഞ്ഞ് കൊടുക്കുന്നത് ഉത്തരമായിട്ട്. എവിടെയാണ് വസിക്കുന്നത്? വന്ന് കാണുക. നിങ്ങൾ വരുമ്പോൾ പിതാവിനെ കാണും, എന്നെ കാണും, ദൈവത്തിന്റെ കൂട്ടായ്മ മനസ്സിലാക്കും. ആ കൂട്ടായ്മയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള ആഴമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇന്ന് ഇവിടെയും ഈ ഗ്രാൻഡ് മിഷന് നിങ്ങൾ വന്നു, നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ കണ്ടു, അവരെ കേട്ടു. അവരെല്ലാം നിങ്ങൾക്ക് ദൈവത്തിന്റെ ആ വലിയ അഗാധമായ ജ്ഞാനത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. നത്താനിയേലിനെ കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ നത്താനിയേലിനെ കുറിച്ച് പറഞ്ഞല്ലോ, നിഷ്കളങ്കനായ ഇസ്രായേൽക്കാരൻ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത് വേദപുസ്തകം പഠിക്കാനാണ്, വേദപുസ്തകം കേൾക്കാനാണ്, വേദപുസ്തകം വ്യാഖ്യാനിക്കാനാണ്, ആ വേദപുസ്തകം ജീവിക്കാനാണ്. നിഷ്കളങ്കൻ എന്നതിന്റെ ഏറ്റവും പ്രഥമമായ അർത്ഥവും ദൈവവചനം പഠിക്കുന്നു എന്നാണ്. അങ്ങനെ ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഈ പള്ളിക്കകത്ത് അത്തിമരത്തിന്റെ ചുവട്ടിൽ എന്നതുപോലെ ഇവിടെ വന്നിരുന്ന് വചനം കേട്ട് വചനത്തെക്കുറിച്ച് ധ്യാനിച്ച് ദൈവത്തിന്റെ ഗ്രാഹ്യമായ ആഴങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമ്മളും നിഷ്കളങ്കരാകുന്നത്.
വേദപുസ്തകം പഠിക്കുന്നവരാണ് നിഷ്കപടം, യാതൊരു കാപട്യവും ഇല്ലാത്തവർ. അങ്ങനെ നമുക്ക് സത്യസഭയുടെ മക്കളാകാം. ദൈവം തന്ന വലിയൊരു കൃപയുടെ അവസരമായിട്ട് ഈ സന്ധ്യയെ നമുക്ക് കാണാം. നിങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ ദേവാലയം ഈ ഇടവകക്കാരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മാതാപിതാക്കളും മക്കളും സമർപ്പിതരുമെല്ലാം ബഹുമാനപ്പെട്ട വികാരിച്ചതിനെ ഞാൻ വളരെ പ്രത്യേകമായിട്ട് ഓർത്ത് അദ്ദേഹത്തെ അനുമോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല ചാതുരിയുള്ള അജപാലന ശുശ്രൂഷയുടെ ഫലമാണ് ഈ നിറഞ്ഞു നിൽക്കുന്ന ദേവാലയം എന്നതിന് സംശയമില്ല. ഞങ്ങൾക്ക് വളരെ പ്രഗത്ഭരായ ടീമാണ് ഇവിടെ വചനം പ്രഘോഷിക്കുവാനായിട്ട് എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അൽഫോൻസാമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.